ഐലൻഡ് എക്സ്പ്രസ് ഈ പാലത്തിലാണ് മറിഞ്ഞത്. അത് കേരളം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തങ്ങളിലൊന്നായിരുന്നു അത്. ഭയങ്കര ഓളമാണ് കേട്ടോ. കല്ലടയാറ് അഷ്ടമുടിക്കായലിലേക്ക് വന്ന് പതിക്കുന്ന ഭാഗമാണിത്. ഹൗസ് ബോട്ട് വരുമ്പോൾ അന്നേരം ഈ പ്രശ്നമാകത്തില്ലേ വലയ്ക്ക്? ഹൗസ് ബോട്ടൊക്കെ വരുമ്പോഴേ ആണോ വലയും സാധനങ്ങളും വള്ളങ്ങളും ഇഞ്ചനും അതും ഇതൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അഷ്ടമുടി ബോട്ട് ചെട്ടിയിൽ നിന്നോട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എൻ്റെ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് കോയിവിള എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. അതായത് ആ ഭാഗത്തേക്കാണ് പോകേണ്ടത് ബോട്ടിൽ. ഇവിടുന്ന് ബോട്ട് ഏകദേശം ഒരു 2 മണിക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ സമയം കണ്ട് 12:30 കഴിഞ്ഞതേ ഉള്ളൂ. എന്തോ കടത്തായിരുന്നു അല്ലല്ലോ? എങ്ങോട്ട് പോകുന്നതാ? ചോറ് കഴിക്കാൻ പോയായിരുന്നു. എവിടെ പോയാൽ ചോറ് കഴിക്കാൻ? ചോറ് കഴിക്കാൻ പോയാടാ? അപ്പം ഞാൻ വന്നതാണ്ട് ഈ ബസ്സിലാണ് കേട്ടോ. ശ്രീകുമാർ അഷ്ടമുടി പെരുമ്പുഴ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു. 1:08 ഇപ്പം ബോട്ട് വരുന്നുണ്ട്. അതായത് കോയിവിള പെരിങ്ങാല ഭാഗത്തു നിന്നൊക്കെ ഈ ബോട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഈ പെരുമൺ ഭാഗത്തേക്ക് ഇപ്പം ബോട്ട് പോകാൻ പോകും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് 1 മണി ആയല്ലോ. അപ്പോൾ ഈ ബോട്ടിൽ കയറി പെരുമൺ ചെന്നിട്ട് അവിടെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അവിടെ ഹോട്ടലുണ്ട്. വരുന്നു. ഈ പാലം എന്ന് പറയുന്നത് ഇതാണ് പണ്ട് 1988 ഐലൻഡ് എക്സ്പ്രസ് ഈ പാലത്തിലാണ് മറിഞ്ഞത്. അത് കേരളം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തങ്ങളിലൊന്നായിരുന്നു അത്. നമ്മളിപ്പോൾ പേഴുംതുരുത്ത് കടവിലെത്തി. ആ ബോട്ടിൻ്റെ ഭംഗിയൊക്കെ ഈ പേഴുംതുരത്തെ കടവാണിത്. സമയമില്ല, പെട്ടെന്ന് പോയി കഴിക്കും. ഇതോ അവിടെ കണ്ടോ ഒരു തുരുത്ത്. ആ ഒരു ദ്വീപിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓൾമോസ്റ്റ് 6 ഏക്കറോളം വിസ്തൃതിയുള്ളതാണ് അവർ ദ്വീപ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ച് പാലത്തിൻ്റെ എൻട്രൻസ് ഇവിടെ നിന്നാണ്. ഇതാണ് പെരുമൺ ജംഗ്ഷൻ. പെരുമൺ ജംഗ്ഷനിലേക്കുള്ള ബസ് അവിടെ സ്റ്റോപ്പാണ്. അവിടെ ബസ് അവിടെ പാർക്ക് ചെയ്ത് കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന ഈ ഭാഗം കണ്ടോ, നല്ല ദുരൂഹത പോലെ തോന്നുന്നു കേട്ടോ. ഇവിടെ ഈ ബൈക്കെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ട്രെയിനിൻ്റെ സമയം ഇതെന്തോ ഇവിടെ ഇങ്ങനെ ബൈക്കെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നേ? അല്ല ഇവിടെ എന്തൊരു ആവശ്യത്തിന് വരുന്നവരാണ്. അപ്പൊ എന്തൊരു ബൈക്ക് അവിടെ തന്നെ വെച്ചിട്ട് അവരങ്ങ് പോയി. അത് ശരി. ഇപ്പോഴേ സത്യം പറഞ്ഞ ഈ ഇതിൻ്റെ ഈ പാളം മറിഞ്ഞതിൻ്റെ ആ ട്രെയിൻ ദുരന്തം നടന്നതിൻ്റെ ഒരു സ്മൃതി കുടീരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഹോട്ടലിൽ കയറിയില്ല. ആ ഹോട്ടൽ ആ ഭാഗത്തായിരുന്നു സ്മൃതി കുടീരം. ഈ അബദ്ധം പറ്റി. അവിടം വരെ പോയിട്ട് എനിക്കത് കാണാൻ പറ്റില്ല. അപ്പം തിരിച്ചിവിടെ വന്നപ്പോൾ ഒരു ചേച്ചിയോട് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ. ആ ചേച്ചി പറയാം ഇങ്ങനെ കരയ്ക്കാണ്. അതുകൊണ്ട് എനിക്ക് അതെടുക്കാൻ പറ്റും. വലിയ കഷ്ടമായി പോയി. ലൈഫ് ജാക്കറ്റുകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ കാണാം ലൈഫ് ജാക്കറ്റുകൾ. അതുകൊണ്ട് കുറേ ആൾക്കാരുടെ കലാവിരുതുകളൊക്കെ നമ്പരും പേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി. പേഴ്ത്തുരുത്തുന്ന ബോട്ട് തിരിച്ച് അഷ്ടമുടി കടവിലേക്ക് വരികയാണ്. ഇതൊരു കുറച്ച് പേര് കയറാറുണ്ട്.
ഭയങ്കര ഓളമാണ് കേട്ടോ. പെരിങ്ങാനം കടവിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കേട്ടോ, ഒരുപാട് കുട്ടികൾ ഇപ്പം ബോട്ടിപ്പം നേരെ ഉണ്ടായി. പെരിങ്ങാനം കടവിൽ നിന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി കോയിവിളയ്ക്ക് പോവാണ്. നമ്മുടെ ഈ ബോട്ടിൽ വന്ന സൈക്കിളാണ്. ഇതിൽ ചാർജ് ചെയ്തായിരുന്നു, ഈ സൈക്കിളിന് ചാർജ് ചെയ്തായിരുന്നു. എത്ര എടുത്ത്, എത്ര ഇതിന് ചാർജ് ചെയ്യാൻ? 15 രൂപ. അല്ല ഒന്നുമില്ല, ഞാൻ ചോദിച്ചതാണ്. നമ്മുടെ കോഴിവിടെ ഈ ബോട്ട് തിരിച്ച് നേരെ അഷ്ടമുടിക്ക് പോവാണ്. എന്തിനാ ഇങ്ങനെ വെള്ളം ഉയർത്തി വെച്ചേക്കുന്നത്? അതല്ലേ രാവിലെ വല ഇട്ടിട്ട് വന്നതല്ലയോ? വല തീർന്നു. വൈകിട്ടിറങ്ങോ? ചെന്ന് കഴിഞ്ഞ് ഇവിടെ എന്തൊക്കെ വേറെ കാണാനുള്ളത്? ഇല്ല, അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അങ്ങോട്ട് പോകാം, പിന്നെ അങ്ങോട്ട് പോകാം. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജംഗ്ഷനല്ലേ? വെറുതെ അങ്ങോട്ട് പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ആളുകൾ നടന്നു. ഇവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ സൈഡ് വാൾ കെട്ടിയിട്ടുണ്ട്, പാറ വെച്ചേ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അല്ല, ചെറിയ തെങ്ങുകളെ നല്ല കൊല കുത്തി കിടക്കുകയാണ് കേട്ടോ. കരിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കൈവച്ചൊന്നും എത്തത്തില്ല, പക്ഷേ നല്ല രസമാണ്. എന്നാ തണലാണെന്നറിയാമോ? അതിൻ്റെ ആ ഓലയുടെ കളർ നോക്ക്. നല്ല രസമുണ്ട്. അങ്ങനെയുണ്ട്. എന്നെ രസം നോക്കൂലു. ഇതിൻ്റെ മണ്ടയ്ക്ക് അടിച്ചത് പെയിൻ്റാണോ അതോ കരിയോയിലാണോ? അണ്ടിക്കറയല്ലേ? ഈ തടി പനലായി പോകാതിരിക്കാൻ വേണ്ടിയാണോ? ആ. നല്ല രസമുണ്ട് കാണാനൊക്കെ. ഞാൻ തിരിച്ച് വീണ്ടും നമ്മുടെ ഈ ബോട്ട് ചട്ടിയിലേക്ക് വന്നിരിക്കുക. ബോട്ട് ചട്ടി വന്നിട്ട് ഇതാ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് കാണാം. നമ്മൾ ആദ്യം കണ്ടതാണ്. ഈ ഒരു സ്റ്റെപ്പ് കയറി ഒന്ന് പോയി നോക്കാം. ഇവിടെ അങ്ങോട്ട് ഒരു റോഡ് കാണാം. ഇവിടെ അങ്ങോട്ട് ജംഗ്ഷൻ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഞാൻ അവിടെ നിന്നാണ് കയറി വന്നത്. ആ കായലിൻ്റെ ഒരു വിദൂരമായ ദൃശ്യം നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കൂട്ടുകാരൻ ഇങ്ങനെ കയറി വരുമോ. നല്ല വൈബാണ്. ഞാൻ വിചാരിച്ച് നമ്മളിപ്പം ഔട്ട് സൈഡിലെ കാണുന്ന പോലെ ഒരു സാധാരണ ഒരു സ്ഥലം എന്ന നിലയ്ക്കുമാണ് ഞാൻ എൻ്റെ മനസ്സിൽ വന്നത് കോഴിവിള ഞാൻ കേട്ടത്. പക്ഷേ ഇവിടെ വന്നപ്പം ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഈ വിഷലൊക്കെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. വരുന്ന കുറേ ആൾക്കാർ ഇവിടെ കസേരയ്ക്ക് ഇട്ടേ ഇവിടെ ഈ കാശികളെ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. ചൈനീസ് വല. അടിപൊളി കേട്ടോ, നല്ല തണലാണ്. അതുകൊണ്ട് ഇത് കാണുമ്പോഴേ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ വെള്ളത്തോട്ടൊക്കെ കയറിയൊക്കെ ഇരിക്കാൻ തോന്നും. ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ കോഴിവിള അങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടോ അങ്ങനെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടൊന്നും അങ്ങനെ അധികം പറഞ്ഞ് കേട്ടിട്ടുള്ള ഒന്നുമല്ല.
ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തന്നെ നമുക്ക് തോന്നി. സത്യം പറഞ്ഞ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈബുള്ള സ്ഥലം കേട്ടോ. ഷോർട്ട് ഫിലിമിനോ സിനിമയ്ക്കൊക്കെ പറ്റുന്ന ലൊക്കേഷനാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അവിടെയാണ് റിസോർട്ടിൻ്റെ പണികൾ നടക്കുന്നത് കേട്ടോ. ആ ഒരു മീൻപിടുത്ത വള്ളം വരുന്നുണ്ട്. പിന്നെ പശ്ചാത്തലത്തിൽ ആ ഒരു എന്താ പറയുന്നത് ചീനവലയും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ബാക്കിൽ പെരിങ്ങാലം ദ്വീപിൻ്റെ ഭാഗം തന്നെയല്ലോ അത്. പെരിങ്ങാലം ദ്വീപിൻ്റെ ഭാഗമില്ലയോ ആ ബാക്കിൽ? അതാണോ? എന്നിട്ട് ആ കാണുന്ന ആ ഭാഗം ഏതാ? ആ ഹാ ഹാ ആ ഓക്കെ, താങ്ക് യു. റിസോർട്ടിൻ്റെ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്പീഡ് ബോട്ട് കാര്യങ്ങൾ. വലിയ ഗുണമൊന്നും കാണുന്നില്ല, കണ്ടിട്ട് ഒരുമാതിരി ഒരു നാശമായിട്ടൊക്കെ ഇരിക്കുന്നു. റിസോർട്ട് ബോട്ടിങ് മറ്റ് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. ടൂറിസം ആക്ടിവിറ്റീസിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത്. 2 മാസത്തിനകം ഇതിവിടെ ഓപ്പൺ ആകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ഈ റിസോർട്ടിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇപ്പോൾ താമസം ഉണ്ടോയെന്ന് അറിയത്തില്ല. നല്ല ഓളം കേട്ടോ, നല്ല ഓളം അടിക്കുന്നു. ഇവിടെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും ഓരോ വള്ളങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പൂച്ചെണ്ട് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ബൊക്കെ കൊടുക്കത്തില്ലേ, അതേപോലെ ഒരു പിടി ആണോ കണ്ടൽ ചെടികൾ എങ്ങനെ വളർന്നു നിൽക്കുന്നത്. ഇങ്ങനെ കയറി പിടിക്കാൻ തോന്നും. ഈ ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് വീടുകൾ കേട്ടോ, ഒരുപാട് വീടുകൾ ആൾ താമസമൊന്നുമില്ലാതെ നാശമായിട്ട് കിടക്കുകയാണ്. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അവിടെയൊക്കെ ഓരോ കുത്തിയൊക്കെ വരച്ചിട്ട് നമുക്ക് ചീനമലയുടെ ഭാഗമാണ് കേട്ടോ. അവിടെ ലൈറ്റൊക്കെ കത്തി കിടക്കുന്നു. നേരം വെളുത്ത് അറിഞ്ഞു കാണത്തില്ല. ഇവിടെ അങ്ങോട്ടൊക്കെ നടന്നു കയറി പോകണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടി കൊണ്ട് അതിന് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഉണ്ടൊരു ഈ കണ്ടൽ കാടുകളൊക്കെ, കണ്ടൽ ചെടികളെല്ലാം അടുത്ത് കണ്ടപ്പോൾ ഒരു പ്രത്യേക വൈബ്. നല്ല ഭംഗിയായിട്ടങ്ങേറ്റം വരില്ലേ? ഇതിന് മുകളിൽ ഈ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് അവിടെ ഒരു പള്ളിയുണ്ട്. കല്ലടയാറ് അഷ്ടമുടിക്കായലിലേക്ക് വന്ന് പതിക്കുന്ന ഭാഗമാണിത്. ഈ ഭാഗമാണ് ഇവിടുന്ന് അങ്ങോട്ട്, പിന്നെ അഷ്ടമുടിക്കായൽ അങ്ങോട്ട്. കണ്ടൽ കാടുകളിൽ കയറാണ് കേട്ടോ, ഒരു തുരുത്ത്. നല്ല രസമാണ്. വിവിധ തരത്തിലുള്ള പക്ഷികളും കാര്യങ്ങളും വിവിധ തരത്തിലുള്ള മരങ്ങളും അങ്ങനെ സസ്യങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. ഭയങ്കര രസം. ഇതിനകത്ത് ഇന്നപ്പോഴേ ഇവിടെ ഇന്നപ്പോൾ തന്നെ നല്ലൊരു വൈബുണ്ട്. കണ്ടൽ കാടുകളാണ്, കംപ്ലീറ്റ് കണ്ടൽ തുരുത്തുകളാണ് കേട്ടോ. കംപ്ലീറ്റ് കാക്കകളെല്ലാം കൂടെ. താറാക്കൂട്ടം. എന്നാ ഭംഗിയുള്ള കാഴ്ചയാണെന്ന് നോക്കി. ഇവിടെ ഒരു വള്ളം കാണാം. പ്രോപ്പർ റോഡൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇത്രയും അടിപൊളി ആയ ഒരു സ്ഥലത്തെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ് റോഡൊന്നും ഇല്ലാതിരിക്കുന്നത് വലിയ കഷ്ടമാണ്. ഒരു രക്ഷയില്ല. ഇതൊരു കടവായിരുന്നുണ്ടേ. ഇവിടെ എത്ര വള്ളങ്ങളാണ് ഇങ്ങനെ കിടക്കുന്ന പോലെ. ഇതിവിടെ വലക്കാരുടെ സാധനങ്ങളൊക്കെ വെക്കുന്നു കേട്ടോ. ചേരിക്കടവ് കോഴിവള ബോണസ് ചേരിക്കടവ് മത്സ്യത്തൊഴിലാളി കമ്മിറ്റി കഴിഞ്ഞാൽ സെൻറ്റ് ആൻ്റണീസ് ലാൻഡിങ് സെൻറ്റർ. ലാൻഡിങ് സെൻറ്റർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഉൾനാടൻ ജല ഗതാഗത വകുപ്പ് ചേരിക്കടവ് ബോട്ട് ചെട്ടി. ഇത് കണ്ടോ എന്നാ രസമുണ്ട് നോക്കുമല്ലേ. വള്ളങ്ങളും കാര്യങ്ങളൊക്കെ, ടൂറിസ്റ്റുകളെ കൊണ്ട് വള്ളങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്തൂടെ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് അങ്ങേ അറ്റത്ത് ഒരാളിരിക്കുന്നു കേട്ടോ. അവിടം വരെ ഒന്ന് പോയി നോക്കാം.
ആദ്യമേ ഇവിടെ ഈ കട കയറി ഡ്രിങ്ക്സ് എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ ഒന്ന് കുടിക്കാം. ഡ്രിങ്ക്സ് ഐറ്റം എല്ലാം ഉണ്ട് ഇവിടെ. ഡ്രിങ്ക്സ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാ സാധനവും ഉണ്ട്. ഞങ്ങളെല്ലാം പിടിക്കുന്നോ? ആ എല്ലാം പിടിക്കുക. പിടിക്കുന്നുണ്ടോ? എല്ലാവരും പിടിക്കുക. നാളത്തെ പത്രത്തിൽ വന്നു. ഓ വന്നൊരു വെള്ളം വല വീശാൻ പോകുന്നു. ആ അത് അത് എഞ്ചിൻ ഓഫ് ആക്കിയാലോ? ഇത് ഈ ഹൗസ് ബോട്ട് വരുമ്പോൾ ഈ വല അടിച്ചോണ്ട് പോകത്തില്ലേ? വലയിടുന്ന് വീഡിയോ എടുക്കുന്ന കുഴപ്പമില്ലല്ലോ. വലയിടുന്ന് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഓക്കെ, താങ്ക് യു. അത് വല ഇടുന്നില്ലയോ? ഈ ഹൗസ് ബോട്ട് വരുമ്പോൾ എന്താ ഈ പ്രശ്നമാകത്തില്ലേ വലയ്ക്ക്? ഹൗസ് ബോട്ടൊക്കെ വരുമ്പോഴേ ആണോ? ഇതൊക്കെ ഈ കാണുന്നേ അതിവിടെ മുമ്പ് താമസം ഉണ്ടായിരുന്നു. ഇപ്പം കാട് കുത്തി കിടക്കുന്നു. ഓ പണ്ട് താമസം ഉണ്ടായിരുന്നു. ആ പണ്ട് എന്റെ അപ്പത്തേക്ക് ചെറുപ്പത്തിലൂടെ ഇപ്പൊ ഇതിങ്ങനെ കാട് കയറി ഇങ്ങനെ കണ്ടൽ കയറി കിടക്കുമല്ലേ? കാട് കയറി കിടക്കുന്നു. ഇതിൽ ഒരുപാട് പ്രദേശമുണ്ടോ ഇതിനകത്ത്? അങ്ങനെ മാത്രമേ ഉള്ളൂ. ഇതല്ലായിരുന്നു മുമ്പ് ഇഷ്ടംപോലെ. ഇതിന് പഴയ വീടൊക്കെ ഇതിനകത്ത് കാണുമല്ലോ. അത്ര വീടില്ല, വീടിന് അടിസ്ഥാനമുണ്ട്. ഞങ്ങളുടെ അപ്പൻ ചെറുപ്പത്തിൽ താമസിച്ച അപ്പുറത്തായിരുന്നു. ആ അപ്പന്റെ മോങ്ങന്റെ പുരയുടെ അത് ഒച്ചപ്പന്റെ പുരയാണ്. ഓ അത് ശരിയാ. ലാൻഡ് സെന്ററിനെ പറ്റി പറയാനെന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളിയുടെ വകയാണ്. മത്സ്യത്തൊഴിലാളിയുടെ പിന്നെ ഉറക്കവും വലയിടക്കവും എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ മത്സ്യബന്ധന ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം സൂക്ഷിക്കുന്നതാണ്. ആ വലയും സാധനങ്ങളും വള്ളങ്ങളും ഇഞ്ചിനും അതും ഇതൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള അതിനു വേണ്ടി കെട്ടിയിട്ടിരിക്കുക. അതിന് വേണ്ടി ആണ് കെട്ടിയിട്ടിരിക്കുക. അത് ഞങ്ങളുടെ ഇടവക പള്ളിയുടെ വകയിലല്ല വസ്തു. വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമുദായത്തിന്റെ മത്സ്യത്തൊഴിലാളിയുടെ വകയായിട്ടുള്ള. അപ്പൊ അവിടെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ വള്ളം പിടിക്കുകയും വലകൾ കൊണ്ടിട്ട് റിപ്പയർ ചെയ്യുകയും ലേലം ചെയ്യും 6 മണിക്ക് ഇവിടെ. രാവിലെ 6 മണിക്ക് ലേലം ഉണ്ട് ഇവിടെ. മത്സ്യബന്ധനം ലേലം ഉണ്ട് ഇവിടെ. വള്ളങ്ങളെല്ലാം വരും, ലേലമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത് നിർമ്മിച്ച സഭയാണോ? ആ സഭയിലുള്ള മത്സ്യത്തൊഴിലാളിയുടെ വകയായിട്ട് ഇവിടെ നമ്മുടെ ഇടവകയിലെ ഞങ്ങളുടെ ഇവിടുത്തെ ആൾക്കാരുടെ വകയായിരുന്നു. എന്നിട്ട് നേരത്തെ ജർമ്മനി അത് അന്ന് ഒരു പിന്നെ സംഘടനയിൽ ജർമ്മനി ഇവിടെ നമ്മുടെ വിൻസെന്റ് പാലിന്റെ അത് അവരായിട്ട് വന്ന് ഇത് ചെയ്തതാ. ആദ്യഘട്ടം അവരുടെ സഹായത്തോട് തുടങ്ങിയെങ്കിൽ ഇപ്പൊ പിന്നെ പുതുക്കുന്നതെല്ലാം നമ്മുടെ ഈ ലേലക്കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ടായത് വികസനം ഉണ്ടാക്കുന്നത്. ഇതൊരു 10-50 വർഷത്തെ ഒരു പഴം കാണുമല്ലേ? പിന്നെ 50 വർഷത്തിൽ കൂടുതൽ നമ്മുടെ സെട്ടിനെ 50 വർഷത്തെ പഴക്കേ ഉള്ളൂ. ഇപ്പൊ വിൻസെന്റ് പുതുക്കിയിട്ടുണ്ട് പിന്നെയും ആണല്ലേ? അന്ന് കെട്ടിയതാണെങ്കിൽ തന്നെയും പിന്നെയും പുതുക്കിയിട്ടുണ്ട്. വർഷം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഈ വിൻസെന്റ് ഡിപ്പോളിന്റെ പ്രവർത്തനം മത്സ്യത്തൊഴിലാളിയുടെ വകയായിട്ടുള്ളൂ. ഇപ്പൊ മത്സ്യത്തൊഴിലാളിയുടെ വകയായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഈ ഹൈമാസ് ലൈറ്റ് പ്രവർത്തിക്കാത്തോ? അതൊക്കെ പോയതാണ്. ആ അതിനകത്ത് കിടന്ന ഷീറ്റായില്ല കിടക്കുന്ന കുളം, പൊതുകുളം, പഞ്ചായത്തിന്റെ കുളം. അത് അവിടെ കുളം ഉണ്ടല്ലേ? അത് കുളിക്കുകയും കഴിയൊക്കെ ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ കുളിക്കുകയും കഴിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ആണോ? നമ്മുടെ ഈ കടവുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു കുളം. അത് തേലക്കര പഞ്ചായത്തിന്റെ. അടിപൊളി. ആ പഞ്ചായത്തിന്റെ സംഭവമാണ് കേട്ടോ. ഒരു ആമയുണ്ട്, നല്ല വെള്ളമാണ് കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ചേരിയിൽ കടവ് ജംഗ്ഷനിൽ ചേരിയിൽ കടവ് ഭാഗത്ത് നിന്നാണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കോഴിവിള. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് തെക്കും ഭാഗത്തേക്ക് പോകുന്ന വഴി. തെക്കും ഭാഗത്ത് അങ്ങനെ നിന്നിട്ട് പിന്നെ കൊല്ലം ഇങ്ങോട്ടൊക്കെ പോകാം. ഇവിടെ നേരെ അങ്ങോട്ട് വന്ന് പടപ്പനാൽ പോകാം. പടപ്പനാൽ നിന്നിട്ട് ശാസ്താംകോട്ടേക്കൊക്കെ പോകുന്നൊരു വഴിയാണിത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ചായക്ക് പറഞ്ഞു കേട്ടോ, ചായ കുടിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.